Hello everyone, welcome back to my YouTube channel. So, നമ്മുടെ വെഡിങ് പ്രിപ്പറേഷൻ സീരീസിലെ എപ്പിസോഡ് 2 അതായത് ബ്രൈഡൽ സെൽഫ് കെയറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എപ്പിസോഡ് 1-ൽ വെഡിങ് പ്ലാനിങ്ങിനെ കുറിച്ച് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ സൈറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ വെഡിങ് ബ്രൈഡൽ സെൽഫ് കെയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ വെഡിങ്ങിൻ്റെ പ്രിപ്പറേഷനിൽ ഷോപ്പിങ്ങിനും പ്ലാനിങ്ങിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ സെൽഫ് കെയറിനോട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മുടെ വെഡ്ഡിങ് ഡേയിൽ നമ്മൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ബ്രൈഡൽ സെൽഫ് കെയർ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ബ്രൈഡൽ സെൽഫ് കെയറിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ബ്രൈഡൽ സെൽഫ് കെയറിൽ ഞാനൊരു 6 പോയിന്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കിൻ കെയർ, സെക്കൻഡ് വൺ ഹെയർ കെയർ, തേർഡ് വൺ എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ്, ഫോർത്ത് വണ് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ, ഫിഫ്ത്ത് വൺ ഗുഡ് സ്ലീപ്പ് ആൻഡ് സിക്സ്ത് വൺ എന്ന് പറയുന്നത് ലൈറ്റ് എക്സസൈസ്. അപ്പോൾ നമുക്ക് ആദ്യമേ സ്കിൻ കെയറിലേക്ക്, അതായത് സ്കിൻ റൂട്ടീനിലേക്ക് പോകാം. സോ ബ്രൈഡൽ സെൽഫ് കെയറിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്കിൻ കെയർ റൂട്ടീനിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഫേസ് വാഷ് ചെയ്യുക, അതേപോലെ ഫേസിൽ മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ ഇടുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഹോം റെമഡീസൊക്കെ ചെയ്യാം. അത് എല്ലാവരുടെ ഫേസിൽ സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം സ്യൂട്ട് ആകുന്നവർക്കും മാത്രം യൂസ് ചെയ്യാം. അതായത് മുൾട്ടാനി മിട്ടി, കോൺഫ്ലോർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വെഡ്ഡിങ്ങിൻ്റെ 1 മന്ത് മുമ്പ് ഒരു ന്യൂ പ്രൊഡക്ട്സും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബ്രൈഡൽ സെൽഫ് കെയറിലെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹെയർ കെയർ ആണ്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് അതേപോലെ സെയിം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മുടെ ഹെയർ കെയറും ഫോളോ ചെയ്യാൻ വേണ്ടി. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക. അതായത് പ്രോപ്പറായിട്ട് ഓയിലിംഗ് ചെയ്യുക, അതേപോലെ തന്നെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക, ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളൊരു പ്രോപ്പർ ഹൈജീനും ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡാണ്. നമുക്ക് നമ്മുടെ ഫേസിലെ ബ്യൂട്ടി, ഗ്ലോയ് ഇതെല്ലാം പുറമേ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പം നമ്മുടെ മെനുവിൽ കൂടുതലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല നമുക്ക് നല്ല ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയും സ്കിന്നും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഡെയിലി ഒരു 2 to 3 ലിറ്റർ വാട്ടർ എങ്കിലും ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗുഡ് സ്ലീപ്പാണ്. സോ വെഡ്ഡിങ് പ്രിപ്പറേഷൻ്റെ ഇടയിൽ നമുക്ക് ധാരാളം സ്ട്രെസ്സ് കാണും. അതുകൊണ്ട് പ്രോപ്പർ സ്ലീപ്പ് എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെങ്കിൽ മാക്സിമം ഒരു 6 to 7 hours എങ്കിലും പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ നമ്മുടെ ബോഡി നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. സോ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൈറ്റ് വർക്കൗട്ടാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഒന്ന് കുറയ്ക്കണം, അതേപോലെ ഷേപ്പ് ആകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിഫോർ 6 months തൊട്ട് തന്നെ പ്രോപ്പർ വർക്കൗട്ട് ആൻഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബോഡി തന്നെ മതി, ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാതെ ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രീ വെഡ്ഡിങ് സെൽഫ് കെയറിൽ ഫോളോ ചെയ്യുന്ന റൂട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വെഡ്ഡിങ് പ്രിപ്പറേഷൻ എപ്പിസോഡ് 2. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അപ്കമിങ് ബ്രൈഡ്സിന് ഷെയർ ചെയ്യുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.